അങ്ങനെ ഹോസ്പിറ്റലിൽ നയനയും ആദർശും ഡോക്ടറോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടറാണെങ്കിലും പറയുന്നുണ്ട് ദേവയാനിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ വളരെ മോശമാണ്, ബ്ലഡ് റിപ്പോർട്ടിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണമെന്നാണ് എന്നൊക്കെ പറയുകയാണ്. ആ സമയം തന്നെ നമ്മുടെ നയനയാണെങ്കിൽ പറയുന്നുണ്ട് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പായിട്ട് മാച്ച് ആണല്ലോ ഞാൻ, അപ്പോൾ എൻ്റെ ഒരു ഭാഗം കൊടുക്കാനായിട്ട് ഞാൻ ഓക്കെയാണ് ഡോക്ടറെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ ഡോക്ടറാണെങ്കിലും പറയുന്നുണ്ട് ഇയാളുടെ ബോഡി മൊത്തത്തിൽ വീക്കല്ലേ, നമുക്ക് എന്തായാലും ആലോചിക്കാം, എന്തായാലും റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം ബ്ലഡൊക്കെ ഒന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഒരു സീനിയർ ഡോക്ടറും കൂടി വരാനുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് എന്തായാലും പറയാം എന്നിങ്ങനെ പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ സമയം അവിടെ ജയൻ ഉണ്ടാവും. എന്നിട്ട് ജയൻ്റെ അടുത്തും ഈ കാര്യം പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. നയന അമ്മയ്ക്ക് ലിവറിൻ്റെ ഒരു ഭാഗം കൊടുക്കാനായിട്ട് ഓക്കെയാണ് എന്നുള്ള കാര്യം. അപ്പോൾ ജയനാണെങ്കിലും അറിയുമ്പോൾ പറയുന്നുണ്ട് വേണ്ട മോളെ, അതെന്തായാലും മോള് ചെയ്യേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വേറൊരു ഡോണറെ കണ്ടുപിടിക്കുക, എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട് ഇപ്പം തന്നെ ഇനി നമുക്ക് എപ്പോൾ ഒരു ബ്ലഡ് കിട്ടാൻ തന്നെ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി, അപ്പോൾ AB നെഗറ്റീവ് ഉള്ളത്, ആ സമയം നമുക്ക് ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അമ്മയുടെ മാറ്റി അതൊന്ന് ഓക്കെ ആയാൽ മാത്രമല്ലേ നമുക്ക് അമ്മയെ രക്ഷിക്കാനാവുള്ളൂ. അപ്പോൾ എന്തിനാണ് സമയം വെറുതെ വേസ്റ്റ് ആക്കുന്നത്, ഞാൻ എന്തായാലും റെഡിയാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്കൊന്നും സംഭവിക്കില്ല എന്നിങ്ങനെ ഉറപ്പിച്ച് പറയാൻ കേട്ടോ നയന. അപ്പോൾ നമ്മുടെ ജയനാണെങ്കിലും പറയുന്നുണ്ട് മോൾക്ക് ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും, പക്ഷെ മോളുടെ അച്ഛനും അമ്മയ്ക്കും നന്ദുവിനും നവ്യയ്ക്കും ഇതൊന്നും സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മുടെ നയനയാണെങ്കിലും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ അവർ മനസ്സിലാക്കിക്കോളും, അതൊന്നും ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ട, ഞാനത് ആയി, ഇനി നിങ്ങളതൊന്നും ഓർത്തിട്ട് സങ്കടപ്പെടേണ്ട, എനിക്ക് എന്തായാലും പൂർണ്ണ സമ്മതമാണ്, എനിക്കിങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നയനയുടെ ഈ ഒരു ത്യാഗം കാണുമ്പോൾ ജയൻ്റെ കണ്ണ് നിറയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇത്രയൊക്കെ നന്മയുള്ള ഒരു മരുമകളെ കിട്ടിയിട്ട് അത് കാണാനായിട്ട് ദേവയാനിക്ക് ഒന്നും മനസ്സിലാക്കാനൊന്നും അവൾക്ക് സാധിക്കുന്നില്ലല്ലോ എന്നാണ് എൻ്റെ വിഷമം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ ജയൻ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ.